The most beautiful place in the world it is here. You may be surprised to hear that, but it is true. I assure that it is the most beautiful place in the world because I was born here. ലോകത്തിലേക്ക് ഏറ്റവും സുന്ദരമായ പ്രദേശം സ്ഥലം ഇവിടെയാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. 64 വർഷമായി ഇവിടെ ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു പാസ്പോർട്ടൊന്നുമില്ല. പക്ഷേ ഈ കൊറോണയുടെ കാലത്ത് വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടെങ്കിലും ഇവിടെ ട്രാവൽ വ്ളോഗ്സിലൂടെ ട്രക്ക് ട്രാവലിൻ്റെയൊക്കെ വ്ളോഗ്സൊക്കെ കണ്ടിട്ട്, അതുപോലെ സിയാദ് റാവത്തറുടെയൊക്കെ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. എവിടെ പോയാലും ഇവിടെ തിരിച്ചെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതല്ല, വളരെ പ്രകൃതി മനോഹരമായ ഈ ചെടികളും പൂക്കളും ഒക്കെയുള്ള ഒരു മനോഹരമായ പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇന്ത്യയിലെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ താഴം പുന്നക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ, ഒരു കുന്നിൻ്റെ താഴ്വര, ദ വാലി ഓഫ് എ ഹിൽ നെയ്മഡ് പുന്നക്കുന്ന്. ഐ ആം ബോൺ ഹിയർ. It is very beautiful place. There is a pond here. It's a pond, like it is not like a lake. It is just a pond. There are so many fishes here. People can come here to fishing here sometimes to spend the time here, and it's the most beautiful place. In my childhood there was too many drosera plants. മലയാളത്തിൽ പറഞ്ഞ ഉറുമ്പ് തിരിച്ചെടികളുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് പോയി, വംശനാശം വന്ന് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം ഈ പോണ്ടിൽ ധാരാളം മീനുകൾ, വൈവിധ്യമാർന്ന ഇനം മീനുകൾ, ഞങ്ങളുടെ നാട്ടിൻപുറത്ത് പറയുന്നത് കേട്ടാൽ അതൊക്കെ എന്താണ്, പള്ളത്തി, പൂഞ്ഞാൻ, ഇങ്ങനെയൊക്കെ പറയുന്ന മീൻ, വരാല്, മുഷി, കരി, ഇതുപോലൊക്കെയുള്ള നാട്ട് പുറത്തുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ തിലോപ്പിയ എന്നും പറയുന്ന മീനുകളൊന്നും അല്ല, ഈ ചെറിയ ചെറിയ നാട്ടിലുള്ള മീൻ. ഈ മീനുകളൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്ര മനോഹരമായ സ്ഥലത്ത് ജനിച്ച് വളരാൻ ഇടയായി ഞാൻ സന്തോഷിക്കുന്നു. അങ്ങകലെ കാണുന്നത് എൻ്റെ വീടാണ്. അത് ഞാൻ പിന്നീട് കാണിക്കാം. ഈ പ്രദേശമൊക്കെ ഇന്ന് ഇവിടെ യാതൊരു കൃഷിയില്ല. ഇവിടെ ഒരു വയലായിരുന്ന സ്ഥലമൊക്കെ നികത്തി ഇപ്പോൾ അവിടെ റബ്ബർ കൃഷിയാണ്. കണ്ടില്ലേ നിങ്ങൾക്ക് കൃഷി? അത് പ്രകൃതിയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആളുകൾക്ക് വളരെ മാറ്റം വന്നിരിക്കുന്നു. ഈ അങ്ങനെ ചെടികളൊക്കെ നട്ട് വളർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഈ പോണ്ടിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ കുതിച്ച് ചാടിക്കൊണ്ടിരുന്ന, പക്ഷേ നമ്മുടെ കേരളത്തിലെ ഇറിഗേഷൻ വകുപ്പിൻ്റെ പ്രവർത്തനം മൂലം ഇതൊക്കെ ഇങ്ങനെയായി. വലിയ കൺസ്ട്രക്ഷൻ, ഡാം പോലൊക്കെയുള്ള കൺസ്ട്രക്ഷനൊക്കെ നടത്തിയിരിക്കുക. അതിലെ വെള്ളം വരാനൊക്കെ പറ്റുകയാണ്. ഒരു തൂമ്പുണ്ടായിരുന്നു. ആ തൂമ്പിലൂടെ വളരെ ശക്തമായി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പെരണ്യൽ വാട്ടർ റിസോഴ്സ് ആയിരുന്നു. ഒരിക്കലും വറ്റാത്തൊരു ജലസ്രോതസ്സാണ്. എത്ര കടുത്ത വേനലിലും ഇവിടെ വെള്ളം കിട്ടുമായിരുന്നു. ആളുകളൊക്കെ ഇവിടെ വന്ന് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ ഇങ്ങനെ നശിച്ചു പോയിരിക്കുന്നു. അതിനകത്ത് സങ്കടമുണ്ട്. ഇതൊക്കെ നല്ല ഏറ്റവും മനോഹരമായ ഈ ഭൂപ്രദേശം നിങ്ങൾ കാണണം. ഏറ്റവും മനോഹരമാണ്. ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. കുളഞ്ഞി എന്ന് പറയുന്ന കാട്, കുളഞ്ഞിക്കാട് ഉണ്ടല്ലേ. ഈ ഈറ്റയുടെ വേറൊരു ഒരു ഇനത്തിൽപ്പെട്ട ചെടികളാണ്. ഈറ്റച്ചെടികൾ പോലെ. ഇത് ഒട്ടൽ എന്നൊക്കെ പറയും വേറൊരു ഭാഷ പറഞ്ഞാൽ. പിന്നെ ഇതുപോലെ കണ്ടില്ലേ ധാരാളം ചെടികൾ. ഈ പന്നൽ വർഗത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട്, മനോഹരമായ ചെടികൾ. ഇതൊക്കെ ചെടിച്ചട്ടിയിൽ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് ചെടിച്ചട്ടിയിലൊക്കെ വളർത്തി വീടിനടുത്തൊക്കെ സംരക്ഷിക്കാൻ. പൂച്ചക്കുട്ടിക്ക എന്നൊക്കെ പറയുന്ന അമ്മൂമ്മക്കായ, കുരണ്ടിപ്പഴം, ഇങ്ങനെ മുള്ളിക്കായ്, ഇങ്ങനെയൊക്കെയുള്ള പലതരം കായ്പനികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഭക്ഷിക്കാൻ. ഇപ്പോഴത്തെ വിദേശയിനം വൃക്ഷച്ചെടികളൊന്നും അല്ല. വളരെ നമുക്ക് ഈ പ്രകൃതിയിലുണ്ടാകുന്ന ഇതൊക്കെ. പൂച്ചക്കുട്ടി എന്ന് പറയുന്ന ഒരു ഇനം ചെടിയാണ് നിൽക്കുന്നത്. കായൊന്നും ഉണ്ടാകുന്ന സീസണല്ല, വേനൽക്കാലത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. മാർച്ച് മാസം വെക്കേഷൻ്റെ സമയത്തൊക്കെ ഇത് നിറയെ വെളുത്ത പഞ്ഞി പോലെയുള്ള കായുണ്ടായി ഇങ്ങനെ നിൽക്കും. അതൊരു മനോഹരമായ കാഴ്ചയാണ്. അതൊക്കെ പറിച്ച് വെക്കേഷൻ സമയത്ത് എല്ലാവരും, ബന്ധുക്കൾ, കസിൻസ് എല്ലാം കൂടി ഭയങ്കര അടിപൊളിച്ച് ആഘോഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ തോടായിരുന്നു. ഇതൊക്കെ നല്ല വഴിയായി. ഇതുവഴി ഇങ്ങനെ
ഒരു വരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇപ്പോൾ നല്ല തോടൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു വയലായിരുന്നു, അവിടെ ഇപ്പോൾ റബ്ബർ കൃഷിയായി. കണ്ടില്ലേ, അതൊരു കൃഷി സ്ഥലമായിരുന്നു, നെൽവയലായിരുന്നു. കണ്ടില്ല, അതിനകത്ത് കാട്ടി ഇതുപോലുള്ള ഇതൊക്കെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാം പ്രകൃതിയിലെന്ത് മാറ്റങ്ങൾ. പ്രകൃതിയെ സംരക്ഷിച്ചിരിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ ഒന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് കിടക്കുന്നു. കിളയ്ക്കുകയോ കൃഷി ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിങ്ങനെ വൈൽഡ് ഗ്രോത്താണ്. കാട്ടുചെടികളെല്ലാം വളർന്ന് നല്ല പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല. ഈ മണലിൻ്റെ കൂടെ വരുന്നതാണ്, ആറ്റുമണലിൻ്റെ കൂടെ വരുന്ന ഒരു ചെടിയാണ്. പൂവൊക്കെ കാണാൻ ഒരു ഇതുണ്ട്, ഒരു വല്ലാത്ത ഇതാണ്. നാറ്റമുണ്ട്. ഈ പൂവിന് നാറ്റമൊന്നുമില്ല, നല്ലതാണ്. നല്ല മനോഹര പൂക്കളൊക്കെയാണ്. തെറ്റിച്ചെടികൾ. എനിക്കൊരു ഇന്ന് വരെ ഒരു പാസ്പോർട്ട് പോലും ഇല്ല. അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണം, ടൂറ് പോകണം എന്നൊക്കെ മക്കളൊക്കെ പറയും. അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ പാസ്പോർട്ട് പോലും എടുത്തില്ല. എന്നാലേ ലോകം മൊത്തം കാണാൻ കൊറോണ കാലത്ത് ട്രാവൽ വ്ളോഗ്സുകൾ വഴി കാണുന്നത് കാരണം, സമയമുണ്ടായത് കാരണം ഇതൊക്കെ കാണാനിടയായി. ഒരു ബെറി ഇനത്തിലുള്ള ഒരു ചെടിയാണ് എനിക്കുന്നത്. റബ്ബർ തോട്ടത്തിൻ്റെ അരികിൽ ബെറി ആണിത്. കായൊന്നുമില്ല, കായൊക്കെ കാണാൻ ഇതൊക്കെ തിന്നുമ്പോൾ നമ്മുടെ ചുണ്ടും ചിരിയും എല്ലാം വായെല്ലാം നല്ല നീല നിറമാകും. ചെറുപ്പത്തിലൊരു ഹോബിയായിരുന്നു ഇങ്ങനെ അതൊക്കെ അത് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ പോവുക. ഇങ്ങനെ ഇവിടെയൊക്കെ വിവിധ ഇനം സസ്യജാലങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ മോണോക്രോപ്സ് റബ്ബർ മാത്രമായി മാറി. കുറേ ആഞ്ഞിലി തൈകളുമുണ്ട്. അങ്ങനെ പ്രകൃതി ആകപ്പാടെ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ കാഴ്ചകൾ, എൻ്റെ തുമ്പമൺ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. ടൂറിസ്റ്റുകളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു ഇവിടെയൊക്കെ വന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. പ്രകൃതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാം. ഹോം സ്റ്റേ ഒന്നും ഇവിടെ ഇല്ല. അതൊക്കെ തുടങ്ങും, ആരെങ്കിലും തുടങ്ങുമായിരിക്കും. എന്നാൽ ഓക്കെ, ഈ വഴി എൻ്റെ വീട്ടിലേക്ക് ഉള്ള വഴിയാണ്. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഈ വഴിയിലൂടെ എത്രയോ തവണ നടന്നു പോയിട്ടുണ്ട്, ഓടിപ്പോയിട്ടുണ്ട്. ബസ് കിട്ടാൻ വേണ്ടി ഓടുമായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് ബസ്സിൻ്റെ ഹോൺ കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഓടും. അങ്ങനെ ഇപ്പോൾ സ്കൂട്ടറൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. സ്കൂട്ടർ, കാറ് ഇവയൊക്കെ ഉപയോഗിക്കുന്നു. കൈതച്ചെടികൾ, ഇതിലൊക്കെ കൈതച്ചക്കൊക്കെ ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് പോകും. ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ധനദുർവിനിയോഗത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഒരു കിണറും, ഇറിഗേഷൻ്റെ ഒരു കിണറും, അതിൻ്റെ പമ്പ് ഹൗസിൽ പമ്പുമൊക്കെ ഇവിടെ പോയെന്നറിയില്ല. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതാരാണ് ഉദ്ഘാടനം ചെയ്തതെന്നൊരു ബോർഡുമൊക്കെ ഉണ്ട്. അല്ല, കാട് പിടിച്ച് കിടക്കുന്ന ഇതൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത്. ഈ വഴി എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് ഇത് എന്ന് ഞാൻ പറയാൻ കാര്യം. US അതെല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള ടൗൺഷിപ്പുകളൊക്കെയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഭംഗിയൊക്കെ ഉണ്ട്. ചെടികളൊക്കെ നട്ട് വളരും. ഇത് പ്രകൃതി നാച്ചുറൽ ബ്യൂട്ടിയാണ്, വെർജിൻ ബ്യൂട്ടി. ഇതിനകത്തൊന്നും ആരും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കാട്ടു ചെടികളൊക്കെ തനിയെ വളർന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥലം കണ്ടോ. ജനങ്ങൾക്ക് കുടിവെള്ളം സപ്ലൈ കൊടുക്കാൻ വേണ്ടി സർക്കാരുണ്ടാക്കിയൊരു പദ്ധതിയാണ്. അതിൻ്റെ അവിടെ വെള്ളമുണ്ട്, പക്ഷേ പമ്പ് മോട്ടർ ഇവയൊന്നുമില്ല. കാല് തെറ്റിയാൽ കുളത്തിൽ വീഴും. കുളം ചിറയെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഉണ്ട് കിണറൊക്കെ നമുക്ക് നോക്കാം. ഈ സ്ഥലത്തൂടെ കിണർ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. എന്താ ഇപ്പം ആമ്പലൊക്കെ കിളുത്ത് വരുന്നുണ്ട്. മദ്യപിക്കാനൊക്കെ ഇതിൻ്റെ സൈഡിൽ വന്ന ആളുകൾ വന്നിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന്, മറ്റു ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മദ്യപിക്കും. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയപ്പോൾ അന്ന് ചുമതലയുണ്ടായിരുന്ന അവരുടെ പേരുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. കണ്ടോ, പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം കണ്ടില്ലേ. കുന്നിക്കുരു ഉണ്ടാകുന്ന ചെടിയാണ്, വള്ളിയാണ്.
ഇതിൽ ധാരാളം കുന്നിക്കുരു ഉണ്ടാകും. കണ്ട പൂവ്, അതിൻ്റെ പൂവുകൾ ഇതൊന്നും കാണാത്ത കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകും. ഈ കേരളത്തിൽ തന്നെ ഈ കുന്നിക്കുരുവിൻ്റെ ഇതെല്ലാം കുന്നിക്കുരു എന്താണെന്ന് അറിയത്തില്ലല്ലോ, കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. അതൊക്കെ സ്വർണ്ണ പണി ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ആണ്. എന്തിനാണോ പശയോ ഏതാണ്ട് അതുപോലെ ഉപയോഗിക്കുന്ന പറയുന്നത്. ഇതൊക്കെ അറിയാത്ത കുഞ്ഞുങ്ങളിലോ ഈ മലയാളികളുമുണ്ട്, വിദേശത്തുള്ളവർക്കൊന്നും അറിയില്ല. ഈ കുളത്തിലൊക്കെ ആഫ്രിക്കൻ പായലൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ശരിയായി സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ബോട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണിത്. മനോഹരമായ ഈ സ്ഥലത്തിന് സൂക്ഷിച്ചു പോയില്ലേ, കുളത്തിൽ വീണ് നല്ലൊരു ഷൂട്ടിങ് നടക്കും. ഓക്കെ, ശരി. ഇങ്ങനെ തൊട്ടാവാടി ചെടിയൊക്കെ ധാരാളം എല്ലായിടത്തുണ്ട്. തൊട്ടാവാടിയുടെ പൂക്കളൊക്കെ അതിനൊരു മനോഹാരിതയുണ്ട്. തൊട്ടാവാടിയുടെ പൂക്കൾ കണ്ടില്ലേ, പൂ 1, 2, 3 തൊട്ടാവാടിച്ചെടി. ഇത് വേറെ വാടാമുല്ലയാണ്. വാടാമുല്ല നോക്കിക്കേ. കണ്ടോ ചെടികൾ മനോഹരമായിരിക്കുന്നു. നീലാകാശം കണ്ടില്ലേ, പ്രകൃതി മനോഹരമായ. ഞാൻ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. വീടിൻ്റെ സമീപത്ത് തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നും ഇതൊക്കെ കാണാനും. ഇതൊക്കെ കാണാം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും പോകണ്ട, നമ്മളിവിടെ നിന്ന് താമസിക്കുന്നതുകൊണ്ട് ഇതിനൊന്നും അതിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ കാണാതെ വരുന്നവർക്കൊക്കെ നല്ല രസകരമാണ്. ദൂരെയുള്ളവരൊക്കെ വന്ന് ഇവിടെ മീൻ പിടിക്കാൻ ഇങ്ങനെ മെനക്കെട്ടിരിക്കുന്നത് കാണാം. ഇന്നൊരു സമയം രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. ചെടികൾ ഓക്കെ. വീടിനടുത്ത് നിന്ന് ഒരു മുളം കൂട്ടം വെട്ടി ആർക്കും വേണ്ടാതെ ആയിരിക്കുന്നു. ഇതൊക്കെ എല്ലാം മോഡേൺ തട്ടടിക്കാൻ വേണ്ടിയൊക്കെ ഒരാൾ വാങ്ങിയതാണ്. അതൊന്നും കൊണ്ടുപോകുന്നില്ല. കൊറോണ വന്ന കാരണം ആർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. അല്പം സ്ഥലത്ത് കുരുവില്ലാത്ത ഞാവൽ അതുപോലെയുള്ള ചെടികൾ, ലോഗോൺ ഇവയൊക്കെ നട്ടുപിടിപ്പിച്ച്. ഇത് ആരംപുളി എന്ന് പറയുന്ന അതിൻ്റെ മരമാണ്. ഇനി കായ്ക്കാൻ 3-4 വർഷം കൂടി എടുക്കുമെന്നാണ് പറയുന്നത്. ഗംഗാപോണ്ട് തെങ്ങും തൈകൾ മറ്റ് ചെടികളൊക്കെ നട്ട് വളർത്തി അതിൻ്റെ കായ്ഫലം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നോക്കൂ, ഇതാണ് എൻ്റെ വീട്. കണ്ടോ, നിങ്ങൾക്ക് ഈ പ്രദേശമൊക്കെ കാണാൻ വരാം. സന്തോഷം. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം. നിങ്ങളെന്നെ കണ്ടില്ലല്ലോ. എന്നെ നിങ്ങൾ കണ്ടില്ലല്ലോ. ഓക്കെ, okay, see you.